ഹലോ എരിവാൻ, ഇഗ്നോ മാഹിറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂൺ ടേം എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം മുൻകരുതലായി വേണ്ടത് അവരുടെ അസൈൻമെന്റ് ആണ്. ഇഗ്നോ എക്സാമിന് ജൂൺ ടേം എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു അസൈൻമെന്റ് ഇതിനു മുന്നായി സബ്മിറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. അപ്പം ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അത് അതിന് മുന്നായിട്ടുള്ള ഡെഡ് ലൈന് മുമ്പ് ഇങ്ങനെ നൽകുന്ന ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അസൈൻമെന്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് പല ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചിട്ട് പലരും ഇഗ്നോയുടെ പേരിലായിട്ട് ഇഗ്നോ ഒഫീഷ്യൽസ് എന്നുള്ള ഫേക്ക് ഐഡന്റിറ്റിയിൽ അവർ ഇഗ്നോയുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റിൽ പല കൃത്രിമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, സത്യാവസ്ഥ എന്താണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും ഇഗ്നോ ജൂൺ ടേം എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഇഗ്നോ നൽകുന്ന ആദ്യത്തെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മാർച്ച് 31 ആണ്. അപ്പൊ നമ്മൾ ഈ ഇഗ്നോയുടെ അസൈൻമെന്റ് എന്ന സെർച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഒരുപാട്. ഇപ്പൊ ഇഗ്നോ എന്നുള്ളത് വലിയൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ഇതിൽ നമുക്ക് PG ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഡിപ്ലോമ പ്രോഗ്രാം, ഇതൊക്കെ ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അങ്ങനെ തുടങ്ങിയ പല ഓപ്ഷനുകൾ ഇഗ്നോ നൽകുന്നുണ്ട്. അപ്പൊ ഈ സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇഗ്നോന്റെ അസൈൻമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ സാധാരണ ഏറ്റവും കൂടുതൽ ഡിഗ്രി പ്രോഗ്രാംസുകളാണ്, ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാംസിലാണ് ഇഗ്നോ ഓരോരുത്തരും പുറം നാടുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന, ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന ഏത് വർഷത്തിൽ വരുന്നതാണോ അതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണ ബി എ ജനറൽ, BAG എന്നുള്ളത് BA ജനറൽ, ഇതിൽ ഇപ്പോൾ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന അസൈൻമെന്റിന്റെ ഇയർ ആയിരിക്കും, സെഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ജനുവരി 2025 ടു ജൂലൈ 2025 ഇതാണ് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന ഇത്. അതുപോലെ തന്നെ ജൂലൈ 2024 ഉണ്ട്, ജനുവരി ടു 2025 ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ഏത് സെഷൻ ആണോ അതായിരിക്കണം, അതിൽ നിന്നായിരിക്കണം നിങ്ങൾ അസൈൻമെന്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ജൂലൈ 2024 ഉണ്ട്, ജനുവരി 2025 ഉണ്ട്, അതുപോലെ തന്നെ ജനുവരി 2025 ഉണ്ട്, ജൂലൈ 2025 ഉണ്ട്. നമ്മൾ എന്താണ്, നിങ്ങൾക്ക് ജനുവരി 2025 എടുക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താവാം, അസൈൻമെന്റുകൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചാണ്, ഡെഡ് ലൈനെ കുറിച്ച് അറിയാനാണ് താല്പര്യം. അപ്പോൾ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അസൈൻമെന്റ് ഉള്ളിലായിട്ട് തന്നെ എന്താകാം, ഇഗ്നോയുടെ ലാസ്റ്റ് ഡേറ്റ് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. അസൈൻമെന്റ് ഡൗൺലോഡ് ആക്കിയതിനു ശേഷം ആ ഒരു PDF നിങ്ങൾക്ക് ആ PDFന്റെ ഒരു മൂന്നാമതോ രണ്ടാമതോ പേജിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി, ഡെഡ് ലൈൻ, ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്, നിങ്ങളുടെ സ്റ്റഡീസിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി. ഇത് നിങ്ങൾ ഡിസംബർ ടേമിലാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13 സെപ്റ്റംബറിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതല്ല ഇനി ജൂൺ ടേമിലാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് 31 മാർച്ചിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പല ഫേക്ക് ഐഡന്റിറ്റികൾ, ഇഗ്നോയുടെ ഒഫീഷ്യൽസ് എന്ന ഫേക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ച് പലരും പല കൃത്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ കണ്ടെത്തിയ ചില നോട്ടിഫിക്കേഷൻസ് ആണ്, അവരുടെ ഫേക്ക് ഐഡന്റിറ്റികൾ എന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം, നമ്മുടെ 2025 ജൂൺ ടേം എക്സാമിന് 31 ആണ്, മാർച്ചിലാണ് ഏറ്റവും അവസാന തീയതി വരുന്നത് ഞാൻ പറഞ്ഞു. ഇത് ഇഗ്നോന്റെ ഭാഗത്ത് നിന്ന് ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും പല ഫേക്ക് ഐഡന്റിറ്റികളിൽ നിന്ന് നമുക്ക് കാണാം. നോക്കൂ, ജൂൺ ടേം എക്സാമിന് നിങ്ങൾക്ക് ഏപ്രിൽ 13 സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് മെയ്യിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. മെയ് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള മറ്റൊരു ഫേക്ക് നോട്ടിഫിക്കേഷനും ഇഗ്നോന്റെ ഭാഗത്തു നിന്നല്ലാത്ത, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇഗ്നോ സ്റ്റുഡൻസിനെ വളരെ ശ്രദ്ധയായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ഇഗ്നോന്റെ ഭാഗത്തുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് എന്താണ്, 31 മാർച്ച് എന്നതാണ്. ഇനി അതല്ല, സാധാരണ ഇഗ്നോ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് നോക്കാം. മുമ്പത്തെ 2024 ഒരു എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷൻ ആണ്. ഇതുപോലെ തന്നെ ഇഗ്നോ നീട്ടിക്കൊടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ പല കാരണങ്ങളുമുണ്ട്. അതിലൊരു കാരണമാണ് 2025 ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുക്കുന്ന പല വിദ്യാർത്ഥികളുമുണ്ട്.
സച്ച് ലൈക്ക് ഏതുപോലെ സെമസ്റ്റർ ബേസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ നിന്നുണ്ട്. അവർക്കൊക്കെ ഈ ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മാർച്ചിൽ എന്താവണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുസ്തകങ്ങൾ എത്തണം, ഇവർക്കുള്ള അഡ്മിഷൻ പോർട്ടൽസിൽ കയറണം. അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇഗ്നോന്റെ ഭാഗത്തിൽ നിന്ന് എന്തുണ്ടാവും, ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്താ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഉറപ്പാണ്, 100% ഉറപ്പാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ, മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നടന്നൊരു സംഭവം തന്നെയാണ്. അതിനൊരു തെളിവായിട്ടാണ് ഇതുള്ളത്. പക്ഷെ ഇതുവരെ ഇഗ്നോ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്നത്. 2024 ഒരു എക്സ്റ്റൻഷൻ ഡേറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇഗ്നോന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഡേറ്റഡ് 17th May 2024. ഏതുവരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്? അപ് ടു 31st May 2024 വരെ. മാർച്ച് സബ്മിറ്റ് ചെയ്യേണ്ടത് മെയ് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഇഗ്നോന്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ധൃതിയിൽ അസൈൻമെന്റ് തട്ടിക്കൂട്ടാതെ കൃത്യമായ രീതിയിൽ അസൈൻമെന്റ് ചെയ്ത് വർക്ക് ചെയ്ത് എഴുതി, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഏത് രീതിയിലാണ് നിങ്ങൾ സ്റ്റഡി സെന്റർ പറയുന്നത് അതുപോലെ കൃത്യമായി ചെയ്ത് ആ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങളുടെ സ്റ്റഡി സെന്റർ കൃത്യമായി ഏൽപ്പിക്കുക. ഒരുപാട് മാർക്കുകൾ അസൈൻമെന്റിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ല സ്കോർ ചെയ്യുക. ഇനി പുതിയ പുതിയ അപ്ഡേഷനുകളുമായി ഇഗ്നോ മാഹർ നിങ്ങളുടെ മുന്നിൽ വരും. അതിന് മുന്നായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ചാനലുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇഗ്നോന്റെ ഭാഗത്തുള്ള പല പുതിയ നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആ ഗ്രൂപ്പുകളിൽ വരും. അതുപോലെ ഇഗ്നോയുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ചെറിയ സർവീസ് ചാർജുകളിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.